എല്ലാവർക്കും നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ് 8 മെൻസുറേഷൻ എന്ന ചാപ്റ്ററിലെ എക്സസൈസ് പാർട്ടിലെ 4th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഡയഗണൽ ഓഫ് എ ക്വാഡ്രിലേറ്ററൽ ഷേപ്ഡ് ഫീൽഡ് ഈസ് 24 മീറ്റർ ആൻഡ് ദ പെർപെൻഡിക്കുലർസ് ഡ്രോപ്ഡ് ഓൺ ഇറ്റ് from the remaining opposite vertices are 8 meter and 13 meter. Find the area of the field. ഫീൽഡിൻ്റെ ഏരിയ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഫീൽഡിൻ്റെ ഷേപ്പ് തന്നിട്ടുണ്ട്. കോർഡിലേറ്ററൽ ഷേപ്പാണ്. കോർഡിലേറ്ററൽ ഷേപ്പ് എന്താണെന്നറിയാം. 4 സൈഡുള്ള ഒരു ക്ലോസ്ഡ് ഷേപ്പാണ് കോർഡിലേറ്ററൽ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഡയഗണൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നെ അതിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ ലെങ്ത് തന്നിട്ടുണ്ട്. ഡയഗണൽ തന്നിട്ടുണ്ട്. ഡയഗണൽ ഓഫ് ദ ഫീൽഡ് ഈസ് 24 മീറ്റർ. ഡയഗണൽ ഓഫ് ദ ഫീൽഡ് ഈസ് 24 മീറ്റർ. ഡയഗണൽ എന്താണെന്ന് അറിയാം. ഡയഗണൽ എത്രയാണ് തന്നത്? 24 മീറ്റർ ആണ്. ഇപ്പോൾ ഡയഗണൽ അതുപോലെ തന്നെ remaining opposite vertices, the perpendicular dropped on it from the remaining opposite vertices are 8 meter and 13 meter. അതായത് ഡയഗണൽ വരച്ചിട്ടുള്ള വെർട്ടിസസ് ഒഴികെ ബാക്കി 2 വെർട്ടെക്സ് ഉണ്ട്. ആ വെർട്ടെക്സിൽ നിന്നും പെർപെൻഡിക്കുലർ ഡയഗണലിലേക്ക് വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ലെങ്ത് തന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് H1 13 മീറ്റർ ആൻഡ് സെക്കൻഡ് 8 മീറ്റർ. ഡയഗണലിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണിത്. നമ്മൾ ഒരു കോർഡിലേറ്ററിന് ഒരു ഡയഗണൽ വരച്ചാൽ ആ ഡയഗണൽ അതിനെ 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ കോർഡിലേറ്ററിനെ 2 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ 2 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ കണ്ടാൽ നമ്മൾക്ക് ഏരിയ കണ്ട് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഈ ഒരു കോർഡിലേറ്റേഴ്സിൻ്റെ ഏരിയ കിട്ടും. അതായത് ഫസ്റ്റ് ട്രയാങ്കിൾസിൻ്റെയും സെക്കൻഡ് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ കണ്ട് അവ തമ്മിൽ ആഡ് ചെയ്താൽ കോർഡിലേറ്റേഴ്സിൻ്റെ ഏരിയ കിട്ടും. അതിനേക്കാളും സിമ്പിളായിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാം നമ്മൾക്ക്. കാരണം ഒരു ഡയഗണലും അതുപോലെ തന്നെ 2 പെർപെൻഡിക്കുലേഴ്സും തന്നാൽ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾക്ക് ആൻസറിലേക്ക് എത്താം. സോ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. D is the diagonal. Diagonal is equal to 24 meter. And second, H is equal to പെർപെൻഡിക്കുലേഴ്സിനെ H ആയിട്ട് എടുക്കാം. ഡയഗണലിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതിനെ H1. ഫസ്റ്റ് ട്രയാങ്കിളിലെയാണ് പറയുന്നത്. H1 is equal to 13 meter. ആൻഡ് സെക്കൻഡ് ട്രയാങ്കിൾ പരിഗണിക്കുമ്പോൾ അതിൻ്റെ ഡയഗണലിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് H2. H2 is equal to 8 meter. H2 is equal to 8 meter. എല്ലാം മീറ്ററിലാണ് യൂണിറ്റ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എഴുതുക. ഏരിയ ഓഫ് കോർഡിലേറ്ററൽ ഷേപ്ഡ് field, that is area is equal to 1/2 into d into H1 plus H2. D means the diagonal. H1 plus H2 is ആ ഡയഗണലിലേക്കുള്ള 2 perpendiculars. അതാണ് H1 and H2. That's equal to 1/2 into വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇക്വേഷനിൽ. ഡി ഇവിടെ തന്നിട്ടുണ്ട് 24 ആൻഡ്
into H1 plus H2, 13 H1, 13 plus H2 is 8 equal to 2 in 24, how many times? 1, 2. 2 into 1 and 2 in 4, 2. That is 12. 12 into 13 plus 8. 13 plus 8, 21. 21 equal to 21 into 12. 2 into 1, 2. 2 into 2 is 4. 1 into 1, 1. 1 into 2, 2. That's equal to 2. 4 plus 1 is 5. Then 2. 252. Answer is 252. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. മീറ്റർ സ്ക്വയർ ആണ്, ഏരിയ ആയതുകൊണ്ട് മീറ്ററിലാണ് ഇവിടെ യൂണിറ്റ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മീറ്റർ സ്ക്വയറിലാണ് ആൻസർ വരിക. ഏരിയ ഓഫ് ദ ഫീൽഡ് ഈസ് 252 മീറ്റർ സ്ക്വയർ. ഇവിടെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ കാരണം ഒരു കോർഡിലേറ്റർ തന്നാൽ അതിൻ്റെ ഡയഗണലും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 2 പെർപെൻഡിക്കുലേഴ്സും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എത്രയും നല്ലത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ്. 1/2 ഇൻറ്റു ഡി ഇൻറ്റു H1 പ്ലസ് H2. ഓക്കെ, താങ്ക് യു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.